യൂദിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേലിലെ ഓരോരുത്തരെയും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച്, ഉണ്ടോ ആ വാക്ക് നോക്കിയേ, കഠിനമായി ഉപവസിച്ചു. വെറുതെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല അവർ ചെയ്തത്, കഠിനമായിട്ട് അവർ ഉപവസിച്ചു. അതെങ്ങനെ കഠിനമായിട്ട് ഉപവസിക്കുന്നത്? ശരീരത്തിൻ്റെ സുഖങ്ങളൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു. ത്യാഗങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്തു, വേദനകൾ ഏറ്റെടുത്തു. സഭയിൽ അതിവിശുദ്ധന്മാരായിട്ടുള്ളവർ ചെയ്ത കാര്യങ്ങളാണ്. കഠിനമായിട്ട് അവർ ഉപവസിച്ചു. സഭയിലെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള പലരും ചാട്ടവാർ കൊണ്ട് ശരീരത്തെ അടിച്ച് വേദനിപ്പിക്കുമായിരുന്നു, മുള്ളരഞ്ഞാണം കെട്ടുമായിരുന്നു, കല്ലുകളൊക്കെ നിരത്തിയിട്ട് അതിൻ്റെ കല്ലിൻ്റെ മീതെ കിടക്കുമായിരുന്നു, മണിക്കൂറുകൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. നല്ല രുചികരമായ ഭക്ഷണം കിട്ടിയാൽ അതിനകത്ത് ഈ ചാരമൊക്കെ ബെതറിയിട്ട് ഭക്ഷിക്കും. ചിലപ്പം ഒരു ദിവസം ഒരു പീസ് ബ്രെഡും വെള്ളവും കുടിച്ച് ആണ് ജീവിക്കുന്നത്. 10-40 ദിവസം ഉപവാസം എടുത്ത് അങ്ങനെ കഠിനമായി ഉപവസിച്ച് ജീവിച്ച വിശുദ്ധന്മാർ സഭയിലുണ്ട്. ഈ വിശുദ്ധന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, തീരാരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച ഈ വിശുദ്ധാത്മാക്കളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതേ ഒരു ശൈലി തന്നെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. ആ ഒരു ശൈലിയുടെ മാത്രമേ സാത്താനെയും ജഡത്തെയും ലോകത്തെയും നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് യേശു കഠിനമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആരംഭിച്ചത് നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവ്. അത് ഉപവാസത്തെ നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഉപവാസത്തിന് അജയ്യമായ ആത്മീയ ശക്തിയുണ്ട്. ഉപവസിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, ഉപവസിക്കുന്ന വ്യക്തിയുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ആകമാനം ഒരു വിശുദ്ധീകരണം ഉപവാസത്തിലൂടെയും അതിനോട് ചേർന്നുള്ള പ്രാർത്ഥനയിലൂടെയും സംഭവിക്കുക. ഞങ്ങൾ ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ വായിച്ച് പ്രാർത്ഥിക്കണം. വചനം നമ്മളേറെ വിശുദ്ധീകരിക്കും. അവർ കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ എളിമയോടെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം. ഹൃദയ തലങ്ങളിൽ എളിമയുണ്ടാവണം. അഹങ്കാരം ഉപേക്ഷിക്കണം. തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. ഞാൻ എന്തൊക്കെ ആണ്, അല്ലെ ഞാനില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ ആരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റായ ഒരു ചിന്തയാണ്, ഒരിക്കലും പാടില്ല. എളിമപ്പെടണം. ഉപവാസത്തിൽ എളിമപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവരും അവരുടെ ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ഉണ്ടോ? എല്ലാവരും, മാതാപിതാക്കളും മക്കളും കുട്ടികളും കന്നുകാലികളും അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ചാക്കൊടുത്തവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എളിമപ്പെട്ട് ചാക്കൊടുത്തു, നിലം പറ്റ കുമ്പിട്ടുകൊണ്ട് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ജെറുസലേം ദേവാലയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ദൈവജനത്തെ ദൈവം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ പാപങ്ങളേറ്റവർന്ന് അനുദപിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവർ എല്ലാവരും ജെറുസലേം ദേവാലയത്തിൽ കൂടി, പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അതായത് ദൈവസന്നിധി കീഴടങ്ങി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്ക് വസ്ത്രം കർത്താവിന് മുമ്പിൽ വിരിച്ചു. ബലിപീഠത്തിന് ചുറ്റും ചാക്ക് വസ്ത്രം നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ ശത്രുക്കൾക്കിരയാക്കരുത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഭാര്യമാരെ അവർ പിടിച്ചുകൊണ്ട് പോകരുത്, അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നാശത്തിലേക്ക് പോകരുത്, ശത്രു കീഴ്പ്പെടുത്തരുതെന്ന് അവർ ഹൃദയം പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. വിജാതിയുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം, തങ്ങളുടെ ദേവാലയം
ജെറുസലേം ദേവാലയം അശുദ്ധമാക്കാൻ വിജാതിർ കിടന്ന് അശുദ്ധമാക്കരുതേ, ഇടയാക്കരുതേ. അവരേക സ്വരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു ഞെരുക്കമുണ്ടാകുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം, കടഭാരം, ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും പലവിധത്തിൽ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിന് മാരകമായ രോഗങ്ങൾ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എളിമപ്പെട്ട് സാഷ്ടാംഗം വീണ് കരഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉപവാസമെടുക്കുവാനായിട്ട് ആരോഗ്യമുള്ളവർ, ഒരു കുടുംബത്തിൽ ആരോഗ്യമുള്ളവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം പലർക്കും രോഗമുണ്ട്, പ്രഷർ, ഷുഗർ, അല്ലെ ഹാർട്ട്, കിഡ്നി, പല രോഗങ്ങളുള്ള ഒരു കുടുംബങ്ങളുണ്ട്. അവരാരും ഉപവസിക്കേണ്ട. ആരോഗ്യമുള്ളവർ നിശ്ചയമായിട്ടും ഉപവാസമെടുത്ത് നിലവിളിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചേ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്നേ. നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആ ഞെരുക്കങ്ങളും വേദനകളും വരുമ്പോൾ നിരാശപ്പെടാതെ, നമ്മൾ തളർന്നു പോകാതെ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഉടൻ കർത്താവ് വഴികളെ തുറക്കും. നമ്മൾ ഇത് വിശുദ്ധ ബൈബിളിൽ കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. പഴയ നിയമത്തിലൂടെ നീളം കാണുന്നുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ഇടപെടുകയാണ്. ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി അതിശക്തമായ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഉപവസിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ മാംസവർജനം ഉണ്ട്. നമ്മളിത് നിർബന്ധമായിട്ട് വെള്ളിയാഴ്ചകൾ മാംസവർജനം ആചരിക്കണം. അത് വളരെ ആവശ്യമാണ്. കാരണം കർത്താവിൻ്റെ പീഡാസഹനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ സഹനത്തോട് ചേർന്നുള്ള വലിയ ഒരു വില കൊടുക്കലാണ് ഉപവാസം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന സ്ഥാപനത്തിനു ശേഷം ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്തു പ്രാർത്ഥിക്കുന്ന യേശു പിന്നീട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിടിക്കപ്പെട്ടു, അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയാ. എല്ലാവരും വിട്ടോടി. ചമ്മട്ടിയടിയേറ്റ് തകർക്കപ്പെട്ടു. താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, മുഖം മൂടിക്കെട്ടി ഇടിച്ചു, ശിരസിൽ മുൾമുടി അടിച്ചിറക്കി, രക്തം വാർന്നൊഴുകി, മുറിവേറ്റ ശരീരം. കുരിശിൻ്റെ യാത്രയിൽ പലപ്പോഴും വീണ് തകർന്നു. പട്ടാളക്കാർ ഒത്തിരി ഉപദ്രവിച്ചു. അപ്പോഴത്തേക്കും ശരീരമൊക്കെ ഒത്തിരി തളർന്നു. ആഹാരം കഴിക്കുന്നില്ല, പീഡനമേറ്റ് രക്തം വാർന്നൊഴുകിയൊക്കെ തളർന്ന ഒരവസ്ഥയിലാണ് യേശു. കൈകാലുകൾ ആണികൾ തറച്ചിട്ട് കുരിശിലുയർത്തി. യേശുവിൻ്റെ വയറൊരു പക്ഷേ എനിക്ക് തോന്നുന്നു വിശന്ന് കരിയുന്നുണ്ട്. കാരണം പെസഹ വ്യാഴാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷമാണ് ഗെത്സമനിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. പിന്നീട് തൻ്റെ പീഡാസഹനത്തിൻ്റെ അതികഠിനമായ സമയങ്ങളിലേക്ക് കടന്നു പോകുന്നു. മണിക്കൂറുകൾ കുരിശിൽ കിടന്ന് യേശു പീഡ അനുഭവിക്കുന്നതും നിലവിളിക്കുന്നതൊക്കെ അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്ന പീഡാസഹനം, വിശപ്പ്, ദാഹം, ഇതൊക്കെ യേശു അനുഭവിച്ചു. അത് നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ത്യാഗങ്ങൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകളെല്ലാം ദൈവത്തിന് സ്വീകാര്യമാണ്. യൂദിത്ത് തൻ്റെ ജനത്തോട് പറയുകയാണ്, ആ ഹോളോഫർണസ് എന്ന സൈന്യാധിപനെ ഞാൻ തകർക്കുമെന്ന്. അവൾ ജനത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. യൂദിത്ത് 4:13-14 കർത്താവ് അവിടെ പ്രാർത്ഥന കേട്ടു. എപ്പോൾ? ഉപവസിച്ച് എളിമപ്പെട്ട് സാഷ്ടാംഗം പ്രണമിച്ചു നിലവിളിച്ചപ്പോൾ ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. അവിടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായാലും ജെറുസലേമിലുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു. അനേക ദിവസങ്ങൾ അവരുപവസിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ
ആത്മീയ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ, ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ചിലപ്പോൾ അനേക ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. അത് ചെയ്യണമെന്നേ. വില കൊടുത്തു പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. വില കൊടുക്കുന്നവനെ ദൈവവും മാനിക്കുന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രധാന പുരോഹിതന്മാർ യുവാക്യമിന് നേതൃത്വത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവരെ ബലിയർപ്പിച്ചു. അവരെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. വിധവയായതിനു ശേഷം സാബത്തിൻ്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. ഹല്ലേലൂയ. അവൾ ഇസ്രായേലിൻ്റെ ആഘോഷ ദിവസങ്ങളിൽ മാത്രം അവൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. മറ്റെല്ലാ ദിവസങ്ങളിലും അവൾ ഉപവസിച്ചുവെന്നാണ് പറയുന്നത്. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു പാഠമാകാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. സഭയിലെ വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അതിശക്തരായ ദൈവമനുഷ്യരായിരുന്നു. യൂദിത്ത് ദൈവസന്നിധിയിൽ വിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണ്. അവൾ ദൈവജനത്തോട് പറഞ്ഞു, ഞാനും ദാസിയും കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ അവൾ എത്തിച്ചേർന്നു. എന്നിട്ടോ ആ സർവ്വസൈന്യാധിപനെ വീഞ്ഞുകൊടുത്ത് ലഹരിയിലാക്കി ഉറക്കി. എന്നിട്ട് അവൻ്റെ കഴുത്ത് വെട്ടി ഒരു സഞ്ചിലാക്കി യൂദിത്തും ദാസിയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇസ്രായേലിൽ വരികയാണ്. അങ്ങനെ യൂദിത്തിലൂടെ വലിയ ഒരു വിജയം ഇസ്രായേൽ നേടി. ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ബലമായിരുന്നു, കരുത്തായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ ആഴത്തിൽ ധ്യാനിക്കേണ്ടതാണ്. അവൾ യൂദിത്തെന്ന ഒരു സ്ത്രീയിലൂടെ ഇസ്രായേൽ ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഇസ്രായേൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ നമ്മൾ ഉപവസിച്ചേ മതിയാവത്തുള്ളൂ. ഭക്ഷണാസക്തി നമ്മൾ ഉപേക്ഷിക്കണം. ജഡികാസക്തി, ഭോഗാസക്തി നമ്മൾ ഉപേക്ഷിക്കണം. ലോകത്തിൻ്റെ മോഹങ്ങൾ എത്രമാത്രം ഒഴിവാക്കാമോ അത്രമാത്രം ഒഴിവാക്കണം. അത് ഉപവാസത്തിൻ്റെ ആ ഒരു കരുത്ത് നമ്മൾ തിരിച്ചറിയണം. യേശു ഉപവസിച്ചു, ശിഷ്യന്മാർ ഉപവസിച്ചു. നമുക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയട്ടെ. അതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് ഉപവാസത്തിൻ്റെ ആ ബലവും അജയ്യമായ കരുത്തും ശക്തിയും നമുക്ക് വേണം. ഉപവസിക്കുന്നതിലാണ് ആത്മാവ് ജ്വലിക്കുന്നതും ആത്മാവ് അസാധാരണമായ കൃപാവരങ്ങൾ നിറയ്ക്കുന്നതുമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരിലാണ്. അത് പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവേ, ഉപവസിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ, പ്രത്യേകിച്ച് സാത്താൻ്റെ ശക്തിയെ തകർക്കാനുള്ള വലിയ ശക്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങ് നൽകണമേ. രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകണമേ. ഉപവാസ പ്രാർത്ഥനയുടെ ആ ശക്തി ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും